തളിപ്പറം പട്ടി പറയാനില്ല. ടി കെ ഇങ്ങ് വന്നതോടുകൂടി CPM പതറിയിട്ടാണുള്ളത് മൊത്തത്തിൽ. ഏതെല്ലാം മേഖല നിങ്ങൾ എടുത്തോ, ഞാൻ അവരാരാ ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത്? ഇവിടുത്തെ കോൺഗ്രസ് മാന്യതയിലെ കോൺഗ്രസ് കൊയ്യൻ ജനാർദ്ദന വോട്ട് ചെയ്യേണ്ടത്. ഇവര് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ദേശീയവാദ അതിന് ഓഫീസ് പൂട്ടിപ്പോയ ടീമായി ഇവര്. ചേട്ടാ, അപ്പം തളിപ്പറം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ്, അവസ്ഥ എന്താണ്? തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥി PK ശ്യാമള ടീച്ചർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള അഭിപ്രായം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ജെയിംസ് മാത്യു ജയിച്ച അതേ ഭൂരിപക്ഷത്തിന് ശ്രീമതി ശ്യാമള ടീച്ചർ ജയിക്കും എന്നുള്ള ഒരു വിശ്വാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. MV ഗോവിന്ദൻ പിടിച്ച വോട്ടിനേക്കാൾ കൂടുതൽ പിടിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ടി കെ ഗോവിന്ദ മാഷ് തോക്കുന്നല്ല അങ്ങേര് പറയുന്നത്, അവർക്കൊരു വിശ്വാസം മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ടി കെ ഗോവിന്ദ മാഷ് ഇവിടെ പൊതുജനമധ്യത്തിൽ പ്രചരിപ്പിച്ചത് തന്നെ എത്രയോ CPM വോട്ട് അയാൾ പിടിക്കുന്ന പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 15,000 വോട്ട് പിടിക്കുന്നത് ടി കെ പറഞ്ഞിട്ടുള്ളത്. ഉറപ്പ് 100% ഉറപ്പാണ്. തളിപ്പറം പട്ടി പറയാനില്ല. ടി കെ ഇങ്ങ് വന്നതോടുകൂടി CPM പതറിയിട്ടാണുള്ളത് മൊത്തത്തിൽ. ഐക്യജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥിയായി ടി കെ ഗോവിന്ദൻ മാഷ് കടന്നു വന്നതോടെ ഇവിടെ തളിപ്പറമ്പിൻ്റെ ചരിത്രം തന്നെ മാറാൻ പോവുകയാണ്. നമുക്കറിയാം, കാലാകാലങ്ങളിൽ ഇടതുപക്ഷം ഭരിച്ചിരിക്കുന്നൊരു മണ്ഡലം 2 തവണ സ്വന്തം ഭർത്താവ് ഇവിടെ MLA ആയതിനു ശേഷം ഇതൊരു ഡൈ ഹാർനസ് കൊടുക്കുന്നത് പോലെ ഭാര്യയ്ക്ക് ഈ അധികാരപ്പട്ടം ചാർത്തി കൊടുക്കുന്ന സാഹചര്യം ഇവിടെയുള്ളത്. PK ശ്യാമള SFIയിലൂടെ വന്നെങ്കിലും അതിനേക്കാളും ഒരുപാട് സാഹചര്യമുള്ള ആളാണ് ടി കെ ഗോവിന്ദൻ മാഷ്. ഞങ്ങൾ പറയുന്നത് തളിപ്പറമ്പിൽ ഞങ്ങൾ ഇപ്രാവശ്യം 10,000-ന് മുകളിൽ വോട്ടിൽ വിജയിക്കാൻ പോവുകയാണ്. എങ്ങനെ വോട്ട് ചെയ്യാം? ഏത് സാഹചര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ് വോട്ട് ചെയ്യും? വോട്ട് ചെയ്യില്ല. ഇന്നലെയാണ് ഗോവിന്ദൻ മാഷ് വന്നത്. ഇവരെ കോൺഗ്രസിന് ഇഷ്ടം പോലെ ആളുണ്ട്. അവര് വരുന്നതിന് മുമ്പേ ഈ ഗോവിന്ദൻ മാഷക്ക് ഇട്ട് താങ്ങേണ്ട ഒരു ആവശ്യമില്ല. ഇവിടുത്തെ കോൺഗ്രസ് മാന്യതയിലെ കോൺഗ്രസ് കൊയ്യൻ ജനാർദ്ദന വോട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ടി കെ ഗോവിന്ദന് വോട്ട് ചെയ്യണ്ട. ടി കെ ഗോവിന്ദൻ എത്രയോ കാലം പാർട്ടിയിൽ ഉണ്ടായിട്ട് എത്രയോ കാലം പാർട്ടിയിൽ ഉണ്ടായിട്ട് പാർട്ടി സുഖസൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് പിന്നെ പാർട്ടിയെ വഞ്ചിച്ചു പോയ ഒരാൾക്ക് ഒരു കാരണവശാലും ഐക്യജനാധിപത്യം തളിപ്പറം വിജയിക്കില്ല, കേരളത്തിലും വരില്ല. കോൺഗ്രസില് ഒരുപാട് നാളായിട്ട് പ്രവർത്തിക്കുന്ന ആളുണ്ട്. ഇന്നലെയാണ് ഗോവിന്ദൻ മാഷ് CPM എന്ന് വിട്ടില്ല. അത് അപ്പാടെ സീറ്റ് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇപ്പം ഭരണവിരുദ്ധമായിട്ടുള്ള തരംഗം നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പ് തോക്കുന്നുള്ളൊരു അഭിപ്രായം നമുക്കുള്ളത്. LDF തോക്കുന്നുള്ള അഭിപ്രായമുള്ളൂ. ടി കെ ഗോവിന്ദൻ ജയിക്കും. ടി കെ ഗോവിന്ദൻ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയായെന്ന് ചോദിച്ചാൽ നമ്മൾ ഐക്യമെന്റ് തീരുമാനിച്ചാക്കിയ സ്ഥാനാർത്ഥിക്ക് നമ്മൾ വോട്ട് ചെയ്യണ്ടേ? ശ്യാമള ടീച്ചർ ബഹുഭൂരിപക്ഷത്തിൽ ജയിക്കും. 10 വർഷത്തെ ഭരണനേട്ടാണ് ജനങ്ങളെ വിലയിരുത്തുക. സ്ഥാനാർത്ഥി ആരാന്നൊന്നും ടി കെ ഗോവിന്ദൻ ആരാന്നൊന്നും അല്ല നോക്കുക. വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പ്രദേശത്തെല്ലാം പറയാൻ പറ്റുന്ന നമ്മൾ ടൂറിസം മേഖലയാണ് പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഈ പുഴക്കൈപ്പുറം, അരിമ്പുറ ഭാഗത്ത്, കണ്ടക്കൈ ഭാഗത്തെല്ലാം ടൂറിസം വളരെയേറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോഡ് സൗകര്യങ്ങൾ ഇപ്പം തന്നെ ഇപ്പം പദ്ധതി പാസ്സായിട്ടുണ്ട്. നമ്മളെ ചെർക്കള എയർപോർട്ട് റോഡ് അതെല്ലാം ഈ ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏതെല്ലാം മേഖല നിങ്ങൾ എടുത്തോ, ഞാൻ അവരാരാ ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത്? ഞാൻ PSC റാങ്ക് ലിസ്റ്റിലുള്ള ആളുകൾ മുട്ടിലെഴിയുന്ന കാലഘട്ടമല്ലേ ഇത്? ആരാ ഇവർക്ക് വോട്ട് ചെയ്യാം? തളിപ്പറമ്പിൽ കഴിഞ്ഞ 5 കൊല്ലം മാറ്റമൊന്നുമില്ലേ? ഒന്നുമില്ലാന്ന് ഇവരൊന്ന് കാണി. ഇവര് പറഞ്ഞ 900 കാര്യങ്ങൾ നടപ്പിലാക്കിയെന്ന് പറഞ്ഞത്. തളിപ്പറമ്പിലെ കാര്യം സംസാരിക്കാം. മണ്ണിനടിയിലെ ബോംബാണെന്ന് ഈ കോൺഗ്രസ്മാർ ഈ തളിപ്പറമ്പ് സ്കൂൾ ഹൈടെക് ആക്കി മാറ്റി. തളിപ്പറമ്പ് എല്ലാ ബോംബാണ് ഗെയിൽ പദ്ധതി. എല്ലാ ആസ്പത്രികളും നല്ല നിലനിർത്തി. ഇവര് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ ദേശീയവാദ അതിന് ഓഫീസ് പൂട്ടിപ്പോയ ടീമായി ഇവര്. ഈ കോൺഗ്രസിന് ഉമ്മൻചാണ്ടി വന്നപ്പോ പശുവിനെ കൊണ്ടുപോകാൻ കഴിയില്ല, റോഡ് മുറിച്ചു കിടക്കുന്നു പറഞ്ഞവരല്ലേ 15 കൊല്ലം ഈ സംസ്ഥാനത്ത് വികസനം വിമാനത്താവളം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.